എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വാപ്പ് ചാർജ് അതുപോലെ കമ്മീഷനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്റ്റാൻഡേർഡ് ചാലഞ്ച് അതുപോലെ റോയൽ ചാലഞ്ച് ഇതെന്താണെന്ന് നോക്കിയിട്ട് അതിനുശേഷം അതിൽ വരുന്ന ഇക്വിറ്റി ആൻഡ് ബാലൻസ് എന്ന് പറയുന്നൊരു ഡ്രോ ഡൗണിനെ കുറിച്ചുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് സ്റ്റാൻഡേർഡ് ചാലഞ്ചിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്വിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പും അതുപോലെ റെഗുലർ എന്ന് പറയുന്ന ടൈപ്പും ഉണ്ട് സ്റ്റാൻഡേർഡ് ചാലഞ്ചിൽ. അതിൽ ഏകദേശം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം സെയിം ആണ്. ഈ ഡിഫറൻസ് വരുന്നത് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കളറിൽ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പോൾ ട്രേഡിംഗ് പീരീഡ് ആണെങ്കിലും എല്ലാം അൺലിമിറ്റഡ് ആണ്. അതുപോലെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 days ആണ്. ഫസ്റ്റ് ഫേസ് ആണെങ്കിലും സെക്കൻഡ് ഫേസ് ആണെങ്കിലും. അതുപോലെ അതിനുശേഷമുള്ളത് 0 days എന്ന രീതിയിൽ, അതായത് സർട്ടിഫിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത് 0 days ആണ്. ലിവറേജിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. സ്വിങ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ 1:60 ആണ്, സെക്കൻഡ് 1:60. അതുപോലെ ലൈവ് അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് 1:30 ആണ് കിട്ടുക. റെഗുലർ എന്ന് പറയുന്നൊരു അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസിൽ 1:200 കിട്ടും. അതുപോലെ സെക്കൻഡ് ഫേസിലും അത് തന്നെയായിരിക്കും. ലൈവ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് 1:100 എന്ന രീതിയിലാണ്. പിന്നെ അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ 10%, സെക്കൻഡ് ഫേസിൽ 5%. ഓക്കെ, ഈ ഒരു പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു ക്യാപിറ്റൽ നോക്കിയിട്ടാണ് പെർസെൻറ്റേജ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതുപോലെ ഡെയിലി ലോസ് ആണെങ്കിൽ 5% തന്നെയാണ് എല്ലാത്തിലും. അതേപോലെ മാച്ച് ലോസ് ആണെങ്കിലും 10% എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റലിൻ്റെ 10% ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ആ ഒരു മാച്ച് ലോസ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മുടെ ക്യാപിറ്റലായിട്ട് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ എന്താ പറയുക, ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ബാലൻസ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലേറ്റീവ് ഡ്രോ ഡൗണിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇക്വിറ്റി ആൻഡ് ബാലൻസ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ആ ഡ്രോ ഡൗൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്വിങ് എന്ന് പറയുന്ന അക്കൗണ്ടിന് വീക്കെൻഡ് ഹോൾഡിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഹോൾഡ് ചെയ്ത് തിങ്കളാഴ്ച ഒരു ആഴ്ച മൊത്തം ഹോൾഡ് ചെയ്ത് അടുത്ത ആഴ്ചയിലേക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ലിവറേജ് കുറച്ച് വന്നിരിക്കുന്നത്. മറിച്ച് റെഗുലർ ചാലഞ്ച് ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ഹോൾഡിംഗ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഫേസിൽ തന്നെ ഹോൾഡിംഗ് ഇല്ല. സോ നിങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ AI എന്ന് പറയുന്നത് 2 അക്കൗണ്ടിലും ഇല്ല. അതുപോലെ സ്പ്ലിറ്റപ്പ് വെർച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലൈവ് അക്കൗണ്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ 80%. അത് രണ്ടും സെയിം ആണ്. വിഡ്രോവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ നൈറ്റ് ചാലഞ്ചിൽ 7 days ആണെങ്കിൽ ഇതിൽ 21 days ആണ്. ഓക്കെ, 21 days സിൻസ് ദ ഫസ്റ്റ് ട്രേഡ് ഹാസ് ടു ബി പ്ലേസ്ഡ്. അപ്പോൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്ത ശേഷമുള്ള 21 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എനേബിളായി കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ന്യൂസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കിതിൽ എവിടെയും കാണിക്കുന്നില്ല. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ് അല്ലെങ്കിൽ അലൗഡ് അല്ല എന്ന് കാണിക്കുന്നില്ല. മാക്സിമം നിങ്ങൾ ന്യൂസ് ട്രേഡിംഗ് ഒഴിവാക്കുക. ഓക്കെ, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ന്യൂസ് ട്രേഡിംഗ് ഒഴിവാക്കുക. അതിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ചാലഞ്ചിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കി ശ്രദ്ധിക്കുക. ഏകദേശം ഞാൻ റെഡ് കളറിൽ ഞാൻ കറക്റ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡിൽ കൂടുതലും എല്ലാവരും എടുക്കുന്നത് സ്വിങ് എടുക്കാനാണ് കുറച്ചും കൂടി എന്താ പറയുക നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക്, കാരണം വീക്കെൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്ന രീതിയിലുള്ളതുകൊണ്ട് സ്വിങ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്വാപ്പ് ചാർജസും അതുപോലെ കമ്മീഷൻ പിന്നെ എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്. സ്വാപ്പ് ചാർജസ് എന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു വീക്കെൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എടുത്താൽ നമുക്ക് പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. അതുപോലെ ഡ്രോ ഡൗണിനെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഡ്രോ ഡൗണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് റോയൽ ചാലഞ്ചും കൂടി നമുക്ക് നോക്കാം. റോയൽ ചാലഞ്ചിലും ഇക്വിറ്റി ആൻഡ് ബാലൻസ് തന്നെയാണ് ഡ്രോ ഡൗൺ വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ലിവറേജ് എന്ന് പറയുന്നത് 1:200. അതുപോലെ ലൈവിൽ കിട്ടുന്ന സമയത്ത് 1:100. ഓക്കെ, വീക്കെൻഡ് ഹോൾഡിംഗ് ഉണ്ട്.
ദെൻ ഫസ്റ്റ് വിഡ്രോവൽ എന്ന് പറയുന്നത് ആ ഒരു 30 ഡേയ്സിലാണ്. 21 ഡേയ്സ് എന്നുള്ളത് മാറി 30 ഡേയ്സിലാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എവിടെയും കാണിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു റോയൽ ചാലഞ്ചിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് $5,000 തൊട്ട് തുടങ്ങുന്നില്ല. നമുക്ക് തുടങ്ങുന്നത് തന്നെ ഏകദേശം $50,000 തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിലെല്ലാം ഇതെല്ലാം അടിപൊളിയാണെന്ന് തോന്നും, പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് $5,000 എന്ന രീതിയിലുള്ള ആ ചെറിയൊരു അക്കൗണ്ട് അവിടെ നിന്ന് തുടങ്ങുന്നില്ല. മിനിമം $50,000 നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അതാണ് റോയൽ ചാലഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ആ ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രോ ഡൗൺ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ആൻഡ് ബാലൻസിൽ നമുക്ക് ലോസ് വരത്തക്ക രീതിയിലുള്ള ഒരു 2-3 കാറ്റഗറിയാണ് നോർമലായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ലോസ് വരുത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു $1 lakh ക്യാപിറ്റലിൽ നമ്മളൊരു $5,000 ഡെയിലി ലോസ് എന്ന രീതിയിൽ ഒരു 5% ലോസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. അത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 lakh ക്യാപിറ്റൽ നമ്മൾ മോർണിംഗ് ഒരു ട്രേഡ് എടുത്തു. മോർണിംഗ് ഒരു ട്രേഡിൽ നമുക്കൊരു $10,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 1,10,000 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകും അല്ലേ, 10% പ്രോഫിറ്റ്. ഇത് നമ്മൾ ക്ലോസ്ഡ് പൊസിഷൻ, നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നിരിക്കുക. അപ്പം നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് എമൗണ്ടാണ്. ഓക്കെ, ബാലൻസ് എമൗണ്ട് ആയിരിക്കും ഈ പറയുന്ന 1,10,000 എന്ന് പറയുന്ന അക്കൗണ്ട്. ഓക്കെ, നമ്മൾ അന്ന് തന്നെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിൽ നമ്മൾ ഏകദേശം ഒരു $5,000 ലോസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബാലൻസ് എന്ന് പറയുന്നത് സെയിം 1,10,000 എന്ന രീതി തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 1,05,000 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊരു കേസ്. പക്ഷേ ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ലോസ്, ഈ പറയുന്ന ഒരു 5,000 ലോസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഫിറ്റ് 1,10,000 പ്രോഫിറ്റ് ഒരെണ്ണം ബുക്ക് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ എൻട്രിയിൽ $5,000 ലോസിലാണ്, നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ബുക്ക് ചെയ്യാണ്ട് ഹോൾഡ് ചെയ്യണം. ലോസ് ആയതുകൊണ്ട് മാത്രം ഹോൾഡ് ചെയ്യണം. ഇത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഇക്വിറ്റി ഓർ ബാലൻസ് വിച്ച് എവർ ഈസ് ഹയർ, അപ്പോൾ അതിൽ ഏതാണ് ആദ്യം എടുക്കുക? ക്യാപിറ്റലായിട്ട് എടുക്കുക. 1,10,000 എന്ന് പറയുന്ന ക്യാപിറ്റലായിരിക്കും നമുക്ക് ഇത് എടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിൻ്റെ നമ്മൾ എന്താ പറയുക, ഡെയിലി മാച്ച് ലോസ് എന്ന് പറയുന്ന ആ ഒരു 5% അല്ല $5,000 ലോസ് എന്ന് പറയുന്നത് 1,05,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താ പറയുക, ഇവിടെ ലോസ് ആകാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുക, സ്വാപ്പ് ചാർജസും കൂടി ഉൾപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5,000 കൂടെ ആ ഒരു ചാർജസും കൂടി വരുന്ന സമയത്ത് ഈ ഒരു $5,000 കൂടുതൽ എമൗണ്ട് ലോസ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഏത് ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചോദിച്ച് നോക്കുക, അവരെങ്ങനെയാണ് റിപ്ലൈ തരുന്നതെന്ന് നോക്കുക. ഓക്കെ, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു ട്രേഡ് എടുത്തു, അത് പ്രോഫിറ്റ് $10,000 പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ട്രേഡ് എടുത്ത് പോസിറ്റീവായിട്ട് പോവുകയാണ്. ഓക്കെ, ഇന്ന് രാവിലെ എടുത്ത ട്രേഡ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുത്ത ട്രേഡ് ഒരു 10% പ്രോഫിറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോയി നിൽക്കുകയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തൊട്ടടുത്ത ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 3:30 റീസെറ്റ് ആവുമെന്ന് പറഞ്ഞു. ഈ 3:30 എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാപിറ്റൽ ഈ പ്രോഫിറ്റ് $10,000 ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാലൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയായിരിക്കും? 1,10,000 ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ മുകളിലാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു ബാലൻസ് ആയിരിക്കും നമുക്ക് അവിടെ കാണിക്കുക. അപ്പോൾ 3:30 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഈ പറയുന്ന ക്യാപിറ്റൽ, ഈ പറയുന്ന പ്രോഫിറ്റ് എന്താ പറയുക, സ്റ്റിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ഇക്വിറ്റി ആൻഡ് ബാലൻസ് എന്ന രീതിയിൽ വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് 1,10,000 എന്ന രീതിയിലേക്ക് റീസെറ്റ് ആവും.
ഓക്കെ. ഇൻ കേസ് ആ ഒരു 330 മുമ്പിൽ തന്നെ നമുക്ക് താഴേക്ക് മാർക്കറ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടേ ആവുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു 3.5 എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാപിറ്റൽ ഈ പറയുന്ന പോലെ 10,000 റുപ്പീസ് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ഏതാണോ കൂടുതൽ അത് റീസെറ്റ് ആവും. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ആ ഒരു 330ക്ക് ആ ഒരു എമൗണ്ടാണ്, ഒരു 10,000 രൂപയാണ് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 1,10,000 എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ആ ഒരു ക്യാപിറ്റലിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് എന്ന രീതിയിൽ കാണിക്കും. പക്ഷേ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിട്ടില്ല. തൊട്ടടുത്ത ദിവസം നമുക്ക് സ്വാപ്പ് ചാർജസ് എന്ന രീതിയിലുള്ള ഒരു ലോസും വരും. അതോടൊപ്പം തന്നെ ഇൻ കേസ് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള 1,10,000 എന്ന് പറയുന്ന ക്യാപിറ്റലിന് ഡെയിലി മാച്ച് ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം $5,000 ആണെന്നുള്ളത്. സോ ഇൻ കേസ് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു 1,05,000 എന്ന രീതിയിലേക്ക് എത്തിയാൽ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും. ഓക്കെ. ഇത് ഡെയിലി ലോസ് $5,000 ബ്രീച്ചായി എന്ന രീതിയിൽ വരും. കാരണം നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,10,000 കൺവേർട്ട് ആയിട്ടുണ്ട് 330ക്ക്. ഓക്കെ. നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ ആ ഒരു 1,10,000 എന്ന ക്യാപിറ്റലിൽ നിന്നും $5,000, അതായത് 5% ലോസ് എന്ന രീതിയിലേക്ക് വരും. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ 1,00,000 താഴെ പോയിട്ട് പോലുമില്ല. ഓക്കെ. അത് നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരിക പോലുമില്ല. ഓക്കെ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരാതിരുന്നിട്ട് പോലും എന്താ പറയുക, നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് $10,000 പ്രോഫിറ്റ് നിന്നിട്ട് പോലും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് സെറ്റപ്പാണ് ഈ പറയുന്ന പ്രോപ്പ് ഫേം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോപ്പ് ഫേംസിലുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് ഈ ഇക്വിറ്റി ആൻഡ് ബാലൻസ്, അതുപോലെ റിലേറ്റീവ് ഡ്രോ ഡൗൺ, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വഴി നമുക്ക് ഈ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോകാം എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് അത് നമ്മൾ അവരോട് ചോദിക്കുക തന്നെ വേണം. ഓക്കെ. നമ്മൾ ഇനീഷ്യലി പറഞ്ഞ ഇവരുടെ ആ ഒരു ബിസിനസ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം തന്നെയാണ് അവർക്ക് മറ്റുള്ള ട്രേഡേഴ്സിന് പ്രോഫിറ്റായി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ റീസണാണ് ഈ പറഞ്ഞ ഈ 2-3 വീഡിയോസിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇത് എല്ലാ പ്രോപ്പ് ഫേംസിനും സെയിം ഇതേ പാറ്റേൺ ആയിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഏത് ഫണ്ടഡ് അക്കൗണ്ടാണോ യൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇതേ സെയിം പാറ്റേണിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫർദർ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ കറക്റ്റായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് വേണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാം. കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ റൂൾസ് റെഗുലേഷൻസ് ഈ ഒരു കാര്യങ്ങളൊന്നുമില്ല. നമ്മളിടുന്ന ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് എന്താ പറയുക റൺ ചെയ്ത് കൊണ്ടുപോകുന്ന മാത്രമേ നമുക്ക് ആ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.